നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പാലിയക്കര ടോൾ വിലക്ക് തുടരും. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ പാലിയക്കര ടോൾ വിലക്ക് തുടരും. വിഷയം ഹൈക്കോടതി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. മുരിങ്ങൂരിലും ആമ്പല്ലൂരിലും ഗതാഗത കുരുക്ക് ഇപ്പോഴുമുണ്ട്. പ്രശ്നം പരിഹരിക്കണമെന്ന് ഹൈക്കോടതി. അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ മുന്നറിയിപ്പ് സ്ഥാപിക്കൽ എന്നിവ ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ലെന്നും കളക്ടർ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു. റോഡിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കളക്ടർ ഹൈക്കോടതിയിൽ വ്യാഴാഴ്ച റിപ്പോർട്ട് നൽകിയിരുന്നു. വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട തൊഴിലാളികൾ. പറളായി എസ്റ്റേറ്റിന് സമീപത്തെ റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് കരടി ആക്രമിച്ചത്. കയ്യിലുണ്ടായിരുന്ന കുട ഉപയോഗിച്ച് തൊഴിലാളികൾ പ്രതിരോധിച്ചു. ബഹളം വെച്ചതിനെ തുടർന്ന് കരടി ഓടിപ്പോയി. ഇയൽപ്പാടി എസ്റ്റേറ്റിലെ ഡാനിയലിന്റെ വീട്ടുവരാന്തയിലും കരടിയെ കണ്ടു. ഈ മേഖലയിൽ സ്ഥിരമായി കാണാറുള്ള കരടിയെ പിടികൂടണമെന്ന ആവശ്യം ശക്തമാണ്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ 10 ലക്ഷം രൂപ തട്ടിയ കേസിൽ പ്രതിയായ കമ്മീഷൻ ഏജന്റിനെ എറണാകുളം കുമ്പളങ്ങിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ മണ്ണംചേരി സ്വദേശി പനയിൽ വീട്ടിൽ നസീബ് ആണ് പിടിയിലായത്. ഇരിങ്ങാലക്കുട കാരുകുളങ്ങര സ്വദേശി കൊളക്കാട്ടിൽ വീട്ടിൽ രാകേഷ് ആണ് തട്ടിപ്പിനിരയായത്. പ്രതികൾ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത രാകേഷ് ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗമായി. ഈ ഗ്രൂപ്പിലൂടെ ലഭിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് ട്രേഡിംഗ് നടത്തിയ രാകേഷിൽ നിന്ന് 2025 ജനുവരി 19-നും 21-നുമിടെ പലതവണയായി 10,01,780 രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്. ട്രേഡിംഗ് സൈറ്റിൽ 15 ലക്ഷം രൂപ ബാലൻസ് ഉള്ളതായി കാണിച്ചെങ്കിലും പണം പിൻവലിക്കാൻ കഴിഞ്ഞില്ല. ഇക്കാര്യം ടെലിഗ്രാം വഴി അറിയിച്ചപ്പോൾ പണം പിൻവലിക്കാൻ ടാക്സ് ഇനത്തിൽ 6 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെട്ടതോടെയാണ് തട്ടിപ്പാണെന്ന് രാകേഷിന് മനസ്സിലായത്. ഓൺലൈൻ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത്. തട്ടിപ്പ് പണം കൈമാറ്റം ചെയ്യുന്നതിനായി സ്വന്തം ബാങ്ക് അക്കൗണ്ട് പ്രധാന പ്രതികൾക്ക് നൽകി 10,000 രൂപ കമ്മീഷൻ കൈപ്പറ്റി തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടതിനാണ് നസീബിനെ കേസിൽ പ്രതി ചേർത്തത്. നസീബിന്റെ ബാങ്ക് അക്കൗണ്ട് മുഖേന രാകേഷിൽ നിന്ന് തട്ടിയെടുത്ത പണത്തിൽ നിന്ന് 5,08,600 രൂപയാണ് കൈമാറ്റം ചെയ്തതെന്നും പോലീസ് പറഞ്ഞു. കൊച്ചി ഫ്ളാറ്റ് പീഡന കേസിലെ പ്രതി മാർട്ടിൻ ജോസഫ് തൃശൂരിൽ യുവതിയെ കുത്തിയ കേസിൽ പിടിയിൽ. ഇയാൾക്കായി ഊർജിത അന്വേഷണം നടക്കുന്നതിനിടെ ഇന്ന് പുലർച്ചെ 1:30 പേരാമംഗലം സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. 2 ദിവസം മുൻപാണ് തൃശൂർ അടാട്ടുള്ള ഫ്ളാറ്റിൽ വെച്ച് മുളകുന്നത്തുകാവ് സ്വദേശിയായ 26 വയസ്സുള്ള ശർമിളയെ ഇയാൾ കത്തികൊണ്ട് കുത്തി ഗുരുതര പരിക്കേൽപ്പിച്ച് രക്ഷപ്പെട്ടത്. യുവതി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. യുവതിയുമായി ഫ്ളാറ്റിൽ ഒരുമിച്ച് താമസിച്ചു വരുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണം. രക്ഷപ്പെട്ട പ്രതിക്കായി ആദ്യഘട്ടത്തിൽ വടക്കൻ ജില്ലകളിൽ അന്വേഷണം വ്യാപിച്ചെങ്കിലും ഇയാൾ ബാംഗ്ലൂരിലേക്ക് കടന്നു എന്നുള്ള വിവരത്തെ തുടർന്ന് പോലീസ് ബാംഗ്ലൂരിലേക്കും വ്യാപിപ്പിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് ഇയാൾ സ്റ്റേഷനിൽ എത്തി കീഴടങ്ങിയത്. മാർട്ടിൻ ജോസഫിന്റെ അറസ്റ്റ് പേരാമംഗലം പോലീസ് രേഖപ്പെടുത്തി. കൊടകര പഞ്ചായത്തിൽ വികസന മുരടിപ്പ് ആരോപിച്ച് കോൺഗ്രസ് കൊടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. സദാശിവൻ കുറവത്ത്, MK ഷൈൻ, വിനയൻ തോട്ടാപ്പള്ളി, ജസ്റ്റിൻ ഡൊമിനിക്, ബൈജു അറക്കൽ, പ്രനീല ഗിരീശൻ, PK അരുൺകുമാർ, VR രഞ്ജിത്ത്, ജോയ് ചെമ്പകശ്ശേരി, പോൾ മംഗലൻ, ജോസ് കോച്ചക്കാടൻ, സിജോ മാത്തള, മോളി തോമസ് എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് അളഗപ്പനഗർ മണ്ഡലത്തിലെ 4-ാം വാർഡ് കമ്മിറ്റി യോഗം നടത്തി. UDF നിയോജക മണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് CA ലോന അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് അളഗപ്പനഗർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡസ് കണ്ണമ്പുഴ, പ്രിൻസൺ തയ്യാലക്കൽ, സനൽ മഞ്ഞളി, ജോസി ജോണി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി O വിജയൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോസ്മേരി ജെയിംസ് എന്നിവർ സന്നിഹിതരായി. ഇനി കാലാവസ്ഥ.
താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,490 രൂപയും പവന് 83,920 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.